വീഡിയോ മാർക്ക് റിട്ടയർ ചെയ്യുമ്പോൾ ഒരാൾക്ക് സ്പാർക്കിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് യൂസർ ചാർജ് നൽകിയിട്ട് വേണം റിലീവ് ആവാൻ. ഒരു DDO ട്രാൻസ്ഫർ ആകുമ്പോഴും ഇത്തരത്തിൽ എസ്റ്റാബ്ലിഷ്മെന്റ് യൂസർ എന്നുള്ള ഒരാൾക്ക് നൽകേണ്ടതായി വരുന്നുണ്ടാവും. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ് നമ്മുടെ ഓഫീസിലെ പെൻ ഉള്ള NGO ആയിട്ടുള്ള ജീവനക്കാരനെ എസ്റ്റാബ്ലിഷ്മെന്റ് യൂസറായി സ്പാർക്കിൽ നിയോഗിക്കുന്നത് എന്ന് നോക്കാം. ആദ്യമായി DDOയുടെ സ്പാർക്ക് ലോഗിൻ ചെയ്ത് ഏറ്റവും ഇടതുവശത്തുള്ള അഡ്മിനിസ്ട്രേഷൻ എന്ന മെയിൻ മെനു തുറന്ന് അതിന്റെ താഴ്ഭാഗത്തായി കാണുന്ന ക്രിയേറ്റ് മോഡിഫൈ യൂസേഴ്സ് അണ്ടർ DDO എന്ന മെനു സെലക്ട് ചെയ്യുക. അപ്പോൾ തുറന്നു വരുന്ന പേജിൽ യൂസർ കോഡ് ഓർ പെൻ എന്ന കോളത്തിൽ നമ്മൾ ആർക്കാണോ എസ്റ്റാബ്ലിഷ്മെന്റ് യൂസർ പ്രിവിലേജസ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ പെൻ ടൈപ്പ് ചെയ്ത് ഗോ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇൻഡിവിജ്വൽ ലോഗിൻ ഉള്ള NGOയ്ക്ക് മാത്രമേ എസ്റ്റാബ്ലിഷ്മെന്റ് യൂസർ പ്രിവിലേജ് നൽകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ആ എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് അവിടെ കാണുന്നുണ്ടാവും. അവിടെ ആക്സസ് പ്രിവിലേജ് എന്നുള്ളിടത്ത് I എന്നും മോഡിഫൈ എക്സിസ്റ്റിംഗ് പ്രിവിലേജ് എന്നുള്ളിടത്ത് I എന്ന ചുമന്ന അക്ഷരത്തിലും കാണാം. അതായത് ഇപ്പോൾ ഈ എംപ്ലോയിക്ക് ഇൻഡിവിജ്വൽ ലോഗിൻ ആക്സസ് മാത്രമേ പ്രിവിലേജ് ആയിട്ടുള്ളൂ. നിലവിൽ DDO ആയി പ്രവർത്തിക്കുന്ന നമ്മൾക്ക് ആക്സസ് പ്രിവിലേജ് ആയിട്ട് കാണുന്നത് DE, PQ എന്നീ പ്രിവിലേജുകളാണ്. അതുകൊണ്ട് തന്നെ ആ പ്രിവിലേജുകളാണ് ഈ എംപ്ലോയിക്കും നമ്മൾ സെറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഈ പ്രിവിലേജുകളിൽ ആവശ്യമായവ മാത്രം ഈ എംപ്ലോയിക്ക് സെലക്ട് ചെയ്തു കൊടുക്കാനായിട്ട് കഴിയും. അവിടെ 5 പ്രിവിലേജുകൾ കാണാൻ കഴിയുന്നുണ്ടാവും. DE, PQ, R എന്നൊരു പ്രിവിലേജ് കൂടെ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ DE, PQ എന്നുള്ള പ്രിവിലേജുകൾ എംപ്ലോയിക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിന് താഴെയുള്ള 2 പ്രിവിലേജുകൾ സെറ്റ് ചെയ്യേണ്ടതായിട്ടില്ല. അതിന്റെ താഴെ ബിൽസ് ഓതറൈസ്ഡ് എന്നൊരു മെനു കാണാം. അവിടെ 3 ടൈപ്പ് ഓഫ് ബില്ല് ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള പ്രിവിലേജ് നൽകുന്നതിന് വേണ്ടിയാണ് സെലക്ട് ചെയ്യേണ്ടത്. ഈ 3ഉം ആവശ്യമാണ് എങ്കിൽ അവിടെ സെലക്ഷൻ ഒന്നും നടത്തിയില്ലെങ്കിൽ പോലും ആ പ്രിവിലേജസ് ഈ എംപ്ലോയിക്ക് ലഭിക്കും. എന്നാൽ 1-2 പ്രിവിലേജ് സെലക്ട് ചെയ്തു കഴിഞ്ഞാൽ ആ ബില്ലുകൾ മാത്രമേ ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. ഈ പ്രിവിലേജ് ലഭിക്കുന്ന വ്യക്തിക്ക് DSE ബിംസിലും സ്പാർക്കിലും രജിസ്റ്റർ ചെയ്ത് ഉപയോഗിക്കാൻ അവകാശമില്ലാത്തതിനാൽ ബില്ല് ഈ സബ്മിഷൻ നടത്തുന്നതിനോ ഫോർവേഡ് ചെയ്യുന്നതിനോ ഒന്നും കഴിയില്ല. ക്രിയേറ്റ് ചെയ്ത് DDOയുടെ ചാർജ് ഉള്ള ഉദ്യോഗസ്ഥന് അപ്രൂവലിന് വേണ്ടി നൽകാൻ മാത്രമേ ഈ പ്രിവിലേജ് കൊണ്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ചാർജ് കൈമാറുന്ന ദിവസമായിരിക്കണം ഈ പ്രിവിലേജ് ചാർജ് കൈമാറുന്ന വ്യക്തിയുടെ ലോഗിനിൽ സെറ്റ് ചെയ്ത് നൽകാൻ. ഇനി അതിന്റെ താഴെയുള്ള ആഡ് സെലക്ടഡ് പ്രിവിലേജസ് ടു ദ യൂസർ എന്ന നീല ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത പ്രിവിലേജസ് ആ യൂസറിന് സെറ്റ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് വരുന്ന പോപ്പപ്പ് മെസ്സേജുകൾക്ക് OK കൊടുത്തു കഴിയുമ്പോൾ ലോഗിൻ സെറ്റ് ആയിട്ടുണ്ടാവും.